അല്ല പറഞ്ഞു. ആ ഫ്രണ്ട്ഷിപ്പ് വൈബ്സിൽ പെർഫോം ചെയ്യാൻ വരുന്നു ശിവപ്രിയ. ശിവപ്രിയ നോക്കിയ ഭയങ്കര എനിക്ക് അവിടെ നിന്നിട്ട് ഇങ്ങനെ പിടിച്ചൊരു അമുക്ക് വെച്ചു. സാധാരണ ശിവപ്രിയ കേട്ടോ ശിവാംഗി, ശിവപ്രിയ സാരി ഉടുത്തേ കണ്ടിട്ടുള്ളൂ. കൊറേ ദിവസം കഴിഞ്ഞ് സാരി ഉടുത്ത് ഇപ്പൊ ഫ്രോക്കെല്ലാം ഉടുത്തപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആക്ച്വലി ഇത് ഫ്രണ്ട്ഷിപ്പ് റൗണ്ട് അല്ലേ, അപ്പൊ എന്റെ ഫ്രണ്ട്സ് എനിക്ക് അവര് പറഞ്ഞു ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് തന്നെ ഞങ്ങൾ തരുന്ന ഇട്ടിട്ട് പോയി ഫ്രണ്ട്ഷിപ്പ് റൗണ്ട് പാടി. പക്ഷേ
സാരി എല്ലാം എടുത്ത് ഇങ്ങനെ ഫ്രോക്ക് എല്ലാം എടുക്കുമ്പോ എങ്ങനെ കംഫർട്ടബിൾ ഉണ്ടായിരുന്നു? ആക്ച്വലി ഞാൻ ഇടാറുണ്ട്, പിന്നെ ആ പാട്ടിന്റെ രീതി വെച്ച് സാരി മാത്രമേ കിട്ടിയുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പാട്ട് കിട്ടിയത്. ഇപ്പോഴാണ് എനിക്ക് ഞാനാവാൻ പറ്റിയത്. എന്തൊക്കെ പറഞ്ഞാലും ആ സാരി അങ്ങ് ഊരി കഴിയുമ്പോ എന്ത് സന്തോഷല്ലേ. അല്ല ഊരിട്ട് വേറെ ഇടണം. എന്തൊരു സുഖമല്ല. ഞാൻ അനുഭവിക്കണാണേ തീർച്ചയായും. ഈ പട്ടുസാരി എന്ന് പറഞ്ഞാൽ അതില് 2-3 ഗ്രാം ഗോൾഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഇട്ട് വന്നിരുന്നു. കണ്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ചേട്ടനെ എന്തിനാ സാരിനെ പത്തി അറിയണ്ടേ? അല്ല സാരിയില് ഗോൾഡ് ഇരിക്കുന്ന സൊല്ല് അമ്മ ചൊല്ലി അമ്മ ഇതിക്ക് മുന്നാടിയുള്ള ഒരു എപ്പിസോഡില് 4 ഗ്രാം ഗോൾഡ്. അത് പത്തി അറിഞ്ഞ സാരിയില്ല വാങ്ങി അതിനെ വിറ്റ് എങ്ങനെ ഇത് വാഷ് ചെയ്യാൻ ആർക്കെങ്കിലും കൊടുക്കോ അല്ലെങ്കിൽ വാഷ് ചെയ്ത് കൊണ്ടുവരണോ ചെയ്യില്ലേ? ഒരിക്കലും സാരി വാഷ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും. പട്ടുസാരി 20 വർഷമായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്യാൻ പാടില്ല. ഞാൻ അന്ന് പറഞ്ഞപ്പോ എന്റെ ഡ്രസ് പോലും കഴുകിയിട്ടില്ല. അടുത്ത് വരുമ്പോ ഒരു മണമേ കുറെ നേരം ഞാൻ ആലോചിക്കാം. അല്ല ഇതേപോലെയാണ് സാരി എങ്ങനെ വാഷ് ചെയ്യാൻ പാടില്ലയോ അതേപോലെ ജീൻസും വാഷ് ചെയ്യാൻ പാടില്ല. സത്യം. അങ്ങനെ വാഷ് ചെയ്യുകയാണെങ്കിൽ ജീൻസിനെ ഉൾട്ടാവാ വെച്ചിട്ട് അങ്ങനെ വാഷ് അതെ, ഇല്ലെങ്കിൽ വാഷ് ചെയ്ത് അതും മണായി പോയി. വാഷ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചാരി വെച്ചാൽ മതി. അതെന്താ ജീൻസ് കൊറേ നാളിട്ട് കഴിഞ്ഞാലേ ചാരി വെക്കണോ? പിന്നെ വടി പോലെ ശരിയാ. ഫ്രണ്ട്സിന് നമുക്ക് നല്ലൊരു താങ്ക്സ്. ഇത്രയും സ്നേഹമുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ. നല്ല ക്യൂട്ട് ഡ്രസ് അല്ലേ? സൂര്യ, ഡോക്ടർ സൂര്യയും ഡോക്ടർ നിധിയും അവരാണ് എനിക്ക് ഡ്രസ്. അവര് ഫോട്ടോ വല്ലതും ഉണ്ടോ അവരുടെ? കൊടുത്തിട്ടുണ്ടോ അവിടെ? എന്നാ ഒന്ന് കണ്ടാലോ? ഡ്രസ് കൊടുത്ത ക്യൂട്ട് ഫ്രണ്ട്. അപ്പൊ മുമ്പത്തെ വന്ന ഫോട്ടോ എപ്പോ എത്ര വർഷം പഴയതാ? അതെനിക്ക് 18 വയസ്സ്. 18 വയസ്സുള്ളപ്പോഴാണോ? ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഇവരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ശിവപ്രിയ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടർ. ഓഹോ, എനിക്ക് നല്ല ഒരു ഉറക്കം വരണം. അതിനെന്തെങ്കിലും ഒന്ന് പറയാം. ഉറങ്ങി പല വർഷമായി. നീ ഫോൺ എടുത്ത് മാറ്റി വെക്കുക. എന്റെ അമ്മ തന്നെ. അല്ല ഫോൺ എടുത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങും മീനും, അപ്പൊ തന്നെ നിനക്ക് ഉറക്കം വരും. കാരണം ഈ ഇലക്ട്രോണിക്സ് നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അല്ല റേഡിയേഷൻ ഈ പറയുന്ന അമ്മ ആണ്. അയ്യോ ഞാനേ 1 മണിക്ക് ചുമ്മാ എന്തെങ്കിലും